പുലർച്ചെ തന്നെ വാരണാസിയിലെ ഘാട്ടുകളിൽ കൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എന്ന് പല കാരണങ്ങൾ കൊണ്ട് തോന്നിയ ഒരിടമാണ് വാരണാസി. ആധ്യാത്മികമായും ആത്മീയമായും പ്രസിദ്ധമായ സ്ഥലമാണ് വാരണാസി. പുണ്യപുരാതനമായ ഗംഗയും അതിൻ്റെ ആത്മീയ ഭാവവും ഒരു ഭാഗത്തുള്ളപ്പോൾ മറുഭാഗത്ത് സാധാരണ ജീവിതവും സന്യാസ ജീവിതവും അതിൻ്റെ ഒളിമങ്ങാത്ത കാഴ്ചകളും. മെക്കയും ജെറുസലേമും ഗ്രീസിലെ ഏഥൻസും ഇറ്റലിയിലെ റോമും പോലെ തന്നെയാണ് ഇന്ത്യക്ക് കാശി. പുണ്യപുരാതനമായ ഗംഗയും ഗംഗാ സ്നാനവും അവിടെ നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകളും മോക്ഷത്തിലേക്കുള്ള പാതയാണെന്നാണ് വിശ്വാസം. ആ വിശ്വാസം ഇന്ത്യയുടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി വാരണാസിയെ കാലങ്ങളായി നിലകൊള്ളിക്കുന്നു. കാലഘട്ടങ്ങൾ മാറി മാറി വരുമ്പോൾ പുണ്യമായ ഗംഗയുടെ സ്ഥിതിയും മാറി വരുന്നുണ്ട്. മലിനമായ ഗംഗയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഒരുപക്ഷെ അതൊന്നും ഇവിടെ വരുന്ന തീർത്ഥാടകർ കാര്യമാക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോ ഘാട്ടുകളിൽ കൂടെ പോകുമ്പോൾ അതാത് ഘാട്ടുകളുടെ പ്രത്യേകതകളും സവിശേഷതകളും അവിടെ തന്നെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വാരണാസി മരണം എന്നത് വെറും മിഥ്യയായ സത്യമെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഇടം. ഹരിശ്ചന്ദ്രഘാട്ടിലെ പകുതി കത്തിയെരിഞ്ഞ ചിതയ്ക്കരികിൽ നിൽക്കുമ്പോൾ മരണം എത്ര അസങ്കീർണമായ ഒന്നാണെന്ന് വൃഥാ തോന്നിപ്പോയി. ചേതനയറ്റ ശരീരങ്ങളെ ചിതയിലേക്ക് വയ്ക്കുന്നവരുടെ മുഖഭാവം അലസമാണ്. വിറകിൻ കഷ്ണങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് അടുത്ത ശരീരത്തെ അവർ അഗ്നിക്ക് വിട്ടുകൊടുക്കുന്നു. പ്രഭാത സൂര്യൻ്റെ പ്രഭയിൽ എതിരെയുള്ള ആ പുരാതന നിർമ്മിതികളെല്ലാം മനോഹരമായ കാഴ്ചയാകുന്നു. നോക്കത്താ ദൂരം ഗംഗാനദി പരന്നു കിടക്കുന്നു. ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നവർ, അനന്തമായി വിരിച്ച കൽപ്പടവിലൂടെ വൃഥാ നടക്കുന്നവർ, ഘട്ടുകളിൽ തിരക്ക് പതിയെ കൂടി വരുന്നത് കാണാം. പുരാതനങ്ങളായ ഘാട്ടുകൾ, അവയിൽ നിന്നും ഗംഗയിലേക്ക് ഇറക്കി വിരിച്ച കാൽപ്പടവുകൾ. ഓരോ ഘട്ടിൻ്റെയും ഓരങ്ങളിൽ അമ്പലങ്ങളും അനവധി മന്ദിരങ്ങളും ചെറുതും വലുതുമായ ശിവലിംഗങ്ങൾ ധാരാളമായി പല ഘട്ടുകളിലായി കാണാം. മറ്റൊരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അവയുടെ കാലപ്പഴക്കങ്ങൾ തന്നെയാവാം അതിൻ്റെ പ്രത്യേകതയും. ഘാട്ടുകളിൽ തിരക്ക് പതിയെ പതിയെ കൂടി വരുന്നുണ്ട്. അടുത്തിടെ വാരണാസിയിൽ കാശി വിശ്വനാഥ് കോറിഡോർ പദ്ധതിയുടെ 1ാം ഘട്ടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. 1780 ഇൻഡോറിലെ മറാത്ത രാജ്ഞി അഹല്യാഭായ് ഹോൾക്കർ കാശി വിശ്വനാഥ് ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടും നവീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തേതാണ് ഇത്. ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്ന പാത സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. നേപ്പാളി മന്ദിർ, കന്ദ്വാല മന്ദിർ, മിനി ഖജുറാവോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശ്രീ സാമ്രാജേഷ് പശുപതിനാഥ് മഹാദേവ് മന്ദിർ വാരണാസിയിലെ ഏറ്റവും പഴക്കമേറിയതും അറിയപ്പെടുന്നതുമായ ക്ഷേത്രത്തിലൊന്നാണ്. 19ാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രം കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന
പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ തനി പകർപ്പാണ്. ടെറാക്കോട്ട, കല്ല്, മരം എന്നിവ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വാരണാസിയിൽ ശവസംസ്കാരം നടക്കുന്ന 2 ഘട്ടുകളിൽ ഒന്നാണ് മണികർണിക ഘട്ട്, മറ്റൊന്ന് ഹരിചന്ദ്ര ഘട്ട്. മരണത്തെ ഭയത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഈ കാഴ്ച അതിനെ എത്രയോ നിസ്സാരവത്കരിക്കുന്നു. ഡോമുകൾ എന്നാണ് ഇവിടെ സംസ്കാരം നടത്തുന്നവരെ വിളിക്കുന്നത്. രാവും പകലുമില്ലാതെ എത്രയോ ശരീരങ്ങൾ അഗ്നിയിലേക്ക് ഏറ്റുവാങ്ങുന്നുണ്ട് ഇവിടെ. വൃത്തി എന്നത് തികച്ചും സാങ്കല്പികം മാത്രമാണിവിടെ. കാൽ വിരിച്ച് ഇടുങ്ങിയ ഗള്ളികളിലൂടെ മുന്നോട്ടു പോകുന്തോറും കാഴ്ചകൾ അത്ര മിഴിവുറ്റതായിരുന്നില്ല. അതിപുരാതനമായ കെട്ടിടങ്ങൾ, അവയെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതും കാണാം. ലക്ഷ്യബോധമില്ലാതെ വാരണാസിയിലെ ഘാട്ടുകളിലൂടെ നടന്നാൽ ജീവിതമാകുന്ന ഈ യാത്രയുടെ വിഭിന്നങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും നമ്മെ തേടിയെത്തും. ഒരുപക്ഷെ ഈ കാഴ്ചകൾ ഇവിടെയല്ലാതെ വേറെ എവിടെയും കാണാൻ ഇടവരില്ല. അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ മടിത്തട്ടിൽ മോക്ഷമുക്തിക്ക് വേണ്ടി സ്നാനം ചെയ്യുന്ന അനേകം പേർ. വാരണാസിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിനുള്ളത്. ഇറ്റലിയിലെ പിസാ ഗോപുരത്തേക്കാൾ ചെരിവുള്ള ക്ഷേത്രമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പിസാ ഗോപുരം 4 ഡിഗ്രി ചെരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ക്ഷേത്രം 9 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. മണികർണിക ഘട്ടിലെ ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം വർഷത്തിൽ ഭൂരിഭാഗവും ഗംഗയിൽ മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. വേനൽ കനത്തു നിൽക്കുന്ന കുറച്ച് മാസങ്ങളിൽ മാത്രമേ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ രൂപവും കാണാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ജലനിരപ്പ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം വരെ എത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. മണികർണിക ഘട്ടിലെ പ്രസിദ്ധമായ കുണ്ടാണ് മണികർണിക കുണ്ട്. ഇത് ഭഗവാൻ വിഷ്ണു ശിവനും പാർവതിക്കും വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. വാരണാസിയിൽ അനേകം ധർമ്മശാലകളുണ്ട്. അതിൽ ഒന്നാണിത്. ഇനിയുള്ള കാഴ്ച ഗംഗാ ആരതിയാണ്. പുലർക്കാലത്തും സന്ധ്യാവന്ദന സമയത്തും ഗംഗാ ആരതി നടത്തുന്നു. ദശാശ്വമേധ ഘട്ടിൽ സന്ധ്യാസമയം 6:30 ആരതി തുടങ്ങുന്നത്. ദീപാലങ്കൃതമായ ഗംഗയാണ് കാഴ്ച. ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലും ആളുകൾ ഗംഗാ ആരതി കാണാൻ ഗംഗയിലെ ഓളപ്പരപ്പിൽ തിങ്ങി നിറയുന്നു. ഘട്ടിലെ കൽപ്പടവുകൾ ജനസമൃദ്ധമാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ഉച്ചഭാഷിണിയിലൂടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഉയർന്നു കേൾക്കുന്ന ശംഖനാദം. ഇതെല്ലാം അവിടെ നിൽക്കുന്നവരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. മന്ത്രോച്ചാരണങ്ങൾ പതിയെ നിലയ്ക്കുമ്പോൾ എല്ലാവരും ഗംഗാമാതാവിനെ ശിരസാൽ നമിക്കുന്നു. മോക്ഷപ്രാപ്തിയുടെ മറ്റൊരു മുഖമായി ഇതിനെ അവർ കാണുന്നു. ആർത്തിരമ്പുന്ന ജനസഹസ്രം പിൻവാങ്ങി പോകുന്നു. നിശ്ചലമായ ഗംഗാതീരം ഇനി മറ്റൊരു പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു.